കറുത്ത കുട്ടിനെ കെട്ടണം എന്നുള്ള ആഗ്രഹക്കാരുണ്ടാവും നാട്ടില്, അങ്ങനെ ഉണ്ടല്ലോ. ഇത് വി ഓപ്ഷൻ സെക്കൻഡ് ഓണർ വണ്ടി. ഇത് നമ്മൾ 7,500 ഉറുപ്പ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 16 വണ്ടി ഇടും. പിന്നെ ഒരു കൊല്ലം കുറക്കണേ 6,500 ഉറുപ്പ്യന്റെ വണ്ടിയാണ്, ഒരു 6,400 ഉറുപ്പ്യ 13 G4 നമ്മൾ കൊടുക്കും. 6,500 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാം. 14 G4 ഇന്നോവയാണ് ഇട്ട് കൊടുക്കുന്നത് 6,500 ഉറുപ്പ്യക്ക്. കൊടുത്തോന്റെ കെയർ ഓഫിൽ ഓന്റെ കുടുംബത്തിൽ നിന്ന്, ഓന്റെ അളിയന്, അമ്മോസന്, വല്ലിപ്പ, ഓന്റെ മാലത്തിൽ നിന്ന്, ഓന്റെ ബ്രാഞ്ചിൽ നിന്ന് അടുത്തൊരു കച്ചവടം നമുക്ക് കിട്ടണം. അപ്പൊ ആ രീതിയിൽ കൊടുത്തെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അടുത്തൊരു കച്ചവടം കിട്ടും. ഇതിപ്പോ നിങ്ങളൊരു ഇന്നോവയൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നിരത്തിയിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ. ഒരു പുതിയ ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ വണ്ടി ആ ഇറങ്ങിയ കാലത്ത് നോക്കുമ്പോൾ എന്താണോ കണ്ടീഷൻ അതേപോലത്തെ ലുക്കിലാണ് നിലവിലുള്ള വണ്ടികളൊക്കെ നിൽക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിൽ ഇങ്ങനെ വണ്ടി വിൽക്കുന്ന ഈ ഒരു ഷോറൂം തന്നെയുള്ളൂ. അത് നമ്മുടെ നൂർ മോട്ടോഴ്സ് ആണ്. മലപ്പുറം ജില്ലയിൽ വെള്ളമ്പുറത്താണ് അവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ തന്നെയാണ്. ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടിയിൽ പോലും നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാക്കി നിങ്ങൾ വരിക, വണ്ടിയുടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളൂ. എഞ്ചിൻ ബാക്കി സംഭവങ്ങളൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ നമ്മൾ പറയുന്നത് ഒന്നും നോക്കണ്ട. ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഇവിടെ കാണുന്ന സംഗതികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ പുറമെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയെടുത്തോളൂ കേട്ടോ. വിലക്കുറവിൽ എന്തായാലും ഇവരെ വെട്ടിക്കാൻ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൂറുദ്ദീൻ കാ, സ്വാഗതം. നമസ്കാരം. ഇപ്രാവശ്യവും ഇന്നോവകള് ഇഷ്ടം പോലെ. ഇന്നോവകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വന്ന കളരിയിലെ അഭ്യാസങ്ങളാണ് ഇന്നോവ. പിന്നെയാണല്ലോ ഫോർച്യൂണറും ക്രിസ്റ്റൊക്കെ വന്നത്. ധൈര്യമായിട്ട് വിൽക്കാൻ പറ്റും, ധൈര്യമായിട്ട് ടെൻഷൻ ഫ്രീ കച്ചവടമാണ് ഇത്. അങ്ങനെ ഉണ്ടല്ലോ, വേറെ ഷുഗർ ഫ്രീ എന്നൊക്കെ പറയുകയാണെങ്കിൽ ടെൻഷൻ ഫ്രീ. ഇതിന് കൂടുതൽ പിന്നെ ഫീച്ചേഴ്സും പറയാല്ല, കൂടുതൽ സെൻസർ ഐറ്റംസുകൾ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലൈന്റ് 2005 ഇന്നോവ ഇറങ്ങി 16 വരെ ഒരേ സംവിധാനത്തിലൂടെയാണ് കമ്പനി അത് ഉണ്ടാക്കിയത്. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ പറയുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മാത്രം നോക്കിയാൽ. അതെ അതെ, അല്ല അതുണ്ടെങ്കിൽ നമ്മളെന്താ പറയാ പറഞ്ഞ് കൈകാര്യം ചെയ്തിട്ട് എന്ത് വണ്ടിക്ക് ചില വണ്ടിക്കൊക്കെ ആക്സിഡന്റ് റീപ്ലേസ് ഒക്കെ വരില്ല എന്നൊന്നും നമ്മൾ പറയില്ല. അതെ അതെ. അപ്പൊ എന്താ വെച്ചാൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് എഗ്രിമെന്റിൽ എഴുതി കൊടുത്ത് അതിൽ വില കുറച്ചിട്ടേ ഞാൻ വണ്ടി വ്യാപാരം നടത്തുള്ളൂ. വേറൊരു കേസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരിക, ഏത് വണ്ടിയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വണ്ടിക്ക് പകുതി പൈസ കൊടുത്താൽ വണ്ടി എടുത്തോളൂ. വണ്ടി നമ്മൾ തരും, ആളെ കണ്ട് ബോധ്യപ്പെട്ട വണ്ടിക്കുട്ടിനെ നമ്മൾ കെട്ടിച്ചു കൊടുക്കും. 15ാമത്തെ ദിവസം നമ്മൾ കായ് തരിക. അതിലൊരു വിട്ടുവീഴ്ച നമുക്ക് ഉണ്ടാവില്ല. കാര്യങ്ങളെല്ലാം ആ സൗകര്യം ഉണ്ട്. അതെ. അപ്പൊ അതെ അതെ, വണ്ടികൾ ഇന്നോവ ഒരു 25ഓളം വണ്ടി ഇപ്പൊ സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ കളറും ഉണ്ട്, വൈറ്റും സിൽവറും ഗ്രേയും ബ്ലാക്കും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫോർച്യൂണർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇന്നോവ മാത്രമേ കാണിക്കുന്നുള്ളൂ. അടിപൊളി പ്രൈസിൽ കുറെ വണ്ടികളുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നൂർ മോട്ടോഴ്സിലെ ഇന്നോവകളുടെ സെക്ഷനിൽ ഇതാ ഒരുപാട് വണ്ടികളുണ്ട്. മാക്സിമം വില കുറച്ചേ പറയാനുള്ളേ. ബമ്പം വിലക്കുറവ് എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, കമന്റ് വരുത്തിച്ചാൽ ന്യായമായ വില. അങ്ങനെയാണല്ലോ അതെ, അത്ര നമുക്ക് പറയാൻ പറ്റും. ആൾക്കാരെന്താ വെറുതെ കൊടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരാളെ പറഞ്ഞ് പറ്റിക്കേണ്ട സംവിധാനമല്ല. ന്യായ വില അതാണ് നമ്മളെ കച്ചവടത്തിന്. അതെ, നൂറ്റിക്കണക്കിന് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നെ പോലത്തെ ഒരുപാട് ആശാന്മാരുണ്ട്. അപ്പൊ എല്ലാ ആശാന്മാരും വീഡിയോ എല്ലാവരും കാണലുണ്ടാവും. എവിടെ കിട്ടുന്നതിനേക്കാളും അതിലും കുറച്ച് നമ്മൾ വണ്ടി ഞാൻ കൊടുക്കും. അതാണ് നമ്മളെ പോളിസി. പറഞ്ഞു പെട്ടെന്ന് 25 വണ്ടി പെട്ടെന്ന് 25 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഇത് 2016 മോഡലാണ്. ഇന്റർകൂളർ വണ്ടിയാണ്, രജിസ്ട്രേഷൻ ആണ്. 2,44,000 കിലോമീറ്റർ ഇതിനകത്ത് ഓടി കാണുന്നുണ്ട്. നല്ല സീറ്റ് കവർ, ആൻഡ്രോയിഡ് കാര്യങ്ങൾ, കണ്ടമാനം ഫിറ്റിംഗ്സ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഫിറ്റിംഗ്സ് നമ്മൾ അത്യാവശ്യം ചെയ്യാനുള്ള ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്തു വെച്ചത്. ഇത് നമ്മൾ 9 ഉറുപ്പ്യക്ക് നമ്മൾ ആവശ്യപ്പെടാം. നമുക്ക് 8,400 ഉറുപ്പ്യയാലും 16 വണ്ടി കൊടുക്കാം. 2016 ഇന്റർകൂളർ വണ്ടി നമുക്ക് 8,400 ഉറുപ്പ്യയാലും കൊടുക്കാം. അതെ അതെ. ഇത് ഒറിജിനൽ കേരള വണ്ടി ടൈപ്പ് 3. ആ വന്ന ഒറിജിനാലിറ്റി കോഴിക്കോട്ടുകാരനാണ്. K11 വണ്ടി. അതെ, ടൈപ്പ് 3 ഒറിജിനാലിറ്റി വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2.30 ഓടിയിട്ടുണ്ട്, സോറി 2.40 ഓടിയിട്ടുണ്ട്. ബി ഓപ്ഷൻ വണ്ടി. ഇത് നമ്മൾ 9,500 ഉറുപ്പ്യക്ക് ചോദിച്ചു. നമുക്ക് ഒരു 9 ഉറുപ്പ്യ 13-14 രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വണ്ടി, 0 ക്ലെയിം ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. ഇത് 12 വി ഓപ്ഷൻ വണ്ടി. 12 വി ഓപ്ഷൻ വണ്ടി. നിലവിൽ ഇത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ GR-ന്റെ ഗ്രില്ല്, 4 ടയർ, നല്ല പുത്തൻ വണ്ടി പോലെ വണ്ടി ഉള്ള കണ്ടീഷനിലുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, ഈ കിടക്കുന്ന ഒരു വണ്ടിയിൽ പോലും നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് പോലും കാണാൻ നല്ലോണം ചെക്ക് ചെയ്തു. അതെ. ഇത് നമ്മൾ 7 ഉറുപ്പ്യന്റെ വണ്ടിയാണ്. നമുക്ക് ഒരു 6,500 ഉറുപ്പ്യ ഫൈനൽ 3 വട്ടം നമുക്ക് കൊടുക്കാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് കൂട്ടി പറഞ്ഞ് ലേലം വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ സിൽക്കി ഗോൾഡ് ആണെങ്കിലോ, ഇത് സിൽക്കി ഗോൾഡ് 2015 വണ്ടിയാണ്. അലോവീൽ ക്രിസ്റ്റന്റെ അലോവീൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ GR-ന്റെ ഗ്രില്ലും പിന്നെ ബാക്ക് സ്കേർട്ടും ടൈലാമ്പും പ്രൊജക്ടറും എല്ലാ സംവിധാനവും ഉണ്ട്.
ശരി, എന്താ വില? ഇത് നമ്മൾ 8.5 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാം. 15 വണ്ടി നമുക്ക് 8.5 ഉറുപ്പ്യക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ അത് എല്ലാ വണ്ടിയിലും നമ്മൾ ചെയ്യും. ഇതൊന്നും ഇപ്പൊ പറയണ ബാറ്റ ചെരുപ്പിന്റെ കച്ചവടം ഇവിടെ ചെയ്യാൻ കഴിയൂല. അതേപോലെ ഈ വെള്ളയാണെങ്കിലോ? ഈ വെള്ള 2005 വണ്ടി. ഇത് നല്ലോണം കിറ്റൊക്കെ ചെയ്ത് അതുണ്ട്. ഈ എല്ലാ വണ്ടിയിലും എന്താ പറയുക 10ന്റെ മേലെ 11 ഉണ്ടല്ലോ. 10ന്റെ മേലെ 11 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, സംവിധാനം നടക്കുള്ളൂ. അല്ല, ആ കഥയല്ല, 10ന്റെ മേലെയാണ് നമ്മൾ 11. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒരേ കാറ്റഗറിയിലാണ്. പക്ഷെ 10ന്റെ മേലെ 11 വരുമ്പോൾ അതിനൊരു മെജോറിറ്റി ഉണ്ടാവുള്ളൂ. അതെ, അതാണ് പറഞ്ഞത്. എന്താ പറയുക, എല്ലാ വണ്ടി ഒരേമാതിരി വന്ന ആസിറ്റീസ് കണ്ടീഷനിലല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് ലൈക്ക് ആവുള്ളൂ. ഇതൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് നല്ല നീറ്റാണ്. ഇനിയും അതുമൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോ എന്താ പറയുക, ഒരു പവന്റെ മാല എന്തെങ്കിലും കെട്ടി തൂക്കേണ്ടി വരും ഇതുവരെ. അത് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ളൂ. അത്യാവശ്യത്തിന് സീറ്റ് കവർ, ആൻഡ്രോയിഡ്, പിന്നെ ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, ജിആറിന്റെ ഗ്രില്ല്, അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട്. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, പൊല്യൂഷൻ അടക്കം. ബിസ്മിൻ ചൊല്ലി താക്കോല് വാങ്ങി പോകുക എന്നുള്ള ഒരൊറ്റ ചടങ്ങ് ഇതിൽ ബാക്കിയുള്ളൂ. 15 ഒറിജിനൽ കേരള വണ്ടി, രണ്ടാമത്തെ ഓണർ വണ്ടി. നമ്മൾ 10 ഉറുപ്പ്യ ആവശ്യപ്പെടും. ന്യായമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഇത് റീപെയിന്റ് അല്ല, ഒറിജിനൽ കളറാണ്, ബ്ലാക്ക് കളർ. ഇത് KL 11 കോഴിക്കോട് ഇറങ്ങിയ രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ ബ്ലാക്ക് കളർ കമ്പനി ഇറങ്ങിയ വണ്ടി. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് മാറി ചെയ്തിന്. പിന്നെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിക്കണ്. കറുത്ത കുട്ടിനെ കെട്ടണം എന്നുള്ള ആഗ്രഹക്കാരുണ്ടാവും നാട്ടില്. അങ്ങനെ ഉണ്ടല്ലോ. ഇത് വി ഓപ്ഷൻ, സെക്കൻഡ് ഓണർ വണ്ടി, 240 ഓടിയത്. അടിപൊളി, നല്ല നീറ്റ് വണ്ടി കേട്ടോ. നല്ല നീറ്റ് പറഞ്ഞാൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഞാനിവിടെ പറഞ്ഞില്ല, കറുത്ത കുട്ടിനെ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഈ വണ്ടിക്ക് വരാം. ഇന്നോവ പറഞ്ഞ സാധനം വളരെ കുറവാണ്, ബ്ലാക്ക് കളർ. കേരള വണ്ടി കൂടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. എന്താ വില? ഇത് നമ്മള് 11.5 ഉറുപ്പ്യ തീർത്ത് കിട്ടണം. 15 ഒറിജിനൽ കേരള വി വണ്ടി. കുറച്ച് കൂടുതൽ പറഞ്ഞാൽ സർവീസ് ഉള്ള ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ഇതില്. 11 ഉറുപ്പ്യ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം, പരിഗണന നമ്മൾ ചെയ്യും. അങ്ങനെയല്ല, ഇതെന്താ പറയുക, ക്രിസ്റ്റക്ക് നമ്മളെന്താ പറയുക, ഞാൻ എന്നോട് ഒരു സംഗതിയിൽ പറഞ്ഞു, നമ്മളൊരു മുതൽ വെറുതെ കൊടുക്കാന്ന് പറയുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. ഇത് ബ്ലാക്കിന്റെ ഒരാളുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇതിന്റെ വണ്ടിന്റെ മുഹബത്ത് കണ്ടുകൊണ്ട് വണ്ടി എടുത്തത്. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോന്റെ ആകെ ഒറ്റ ബ്ലാക്ക് ഇല്ല. ബ്ലാക്ക് ഈ വീഡിയോ ഇതൊക്കെ ഇപ്പൊ വന്ന വണ്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ബ്ലാക്ക് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരുണ്ട്. കറുപ്പിന് ഒരു 7 അയക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ അയകുള്ള വണ്ടിയാണ്. 11 ഉറുപ്പ്യ തീർത്ത് കിട്ടി നമുക്ക് കൊടുക്കാം. വേണ്ടവര് മാത്രം നോക്കിയാൽ. അതെ, വേണ്ടവര് നല്ല വണ്ടിയൊരു മണ്ണത്തിലൊക്കെ നോക്കിക്കോളൂ. നമ്മുടെ പരാതിയും പരിഭവവും ഇല്ല. അങ്ങനെയാണല്ലോ. ഇത് 15 G4 റീ വണ്ടി. 15 G4 റീ വണ്ടി. ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്റ്റന്റെ അലൈവിലും ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. ഇതൊരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ അജു എനിക്കറിയാലോ, 1 ലക്ഷം ഉറുപ്പ്യ വരും. സീറ്റ് കവറിന് ഏകദേശം ഒരു 5-8 ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും. 8 ഉറുപ്പ്യക്ക് എന്താ കിട്ടുക? 8 ഉറുപ്പ്യക്ക് മീൻ വാങ്ങാനേ ഇപ്പൊ കഴിയുള്ളൂ. പഴയ കാലം നല്ലപ്പോൾ 8000 ഉറുപ്പ്യക്ക് എന്താ കിട്ടുക? നമ്മള് മിനിമം എന്താ പറയുക, ശരാശരി ഒരു 12-14 ഉറുപ്പ്യ എടുക്കണം, ഒരു ആവറേജ് നല്ല സീറ്റ് കവർ കിട്ടണമെങ്കിൽ. ഇപ്പൊ ഈ ഹെഡ്ലൈറ്റ് നോക്കിയാൽ ആൾക്കാരെ 20 ഉറുപ്പ്യ 2 ഹെഡ്ലൈറ്റിന് കൊടുക്കണം. ഈ ഗ്രില്ലിന് 5000 കൊടുക്കണം. നമ്മൾ അങ്ങനെ ഓരോ സംഗതികൾ കൂട്ടി വരുമ്പോൾ എന്താ പറയുക, ഉപ്പും മുളകും വാങ്ങണ മാതിരി നമ്മൾ പെരേന്ന് പറയുമ്പോൾ വിളിച്ചു പറയുമ്പോൾ ഒരു സാധനം നമ്മളോട് പറയുള്ളൂ. സാധനം വാങ്ങി വരുമ്പോൾ 10 സാധനം ഉണ്ടാവും. അതിന് 1000 ഉറുപ്പ്യ ബില്ലും വരും എന്ന രീതിയാണ് ഇതൊക്കെ. ഇത് നമ്മള് 9 ഉറുപ്പ്യന്റെ വണ്ടിയാണ്. നമുക്ക് ഒരു 8.25 ഉറുപ്പ്യ കൊടുക്കാം. 8,75,000 ഉറുപ്പ്യക്ക് ഫിറ്റിംഗ്സ് ഉള്ളത്. അതുകൊണ്ടാണ് അപ്പോഴാണ് എനിക്ക് റേഞ്ച് വന്നത്. ഇതുവരെ 2G സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ സംഗതി പറഞ്ഞപ്പോ 5G ഒറ്റടിക്ക് മാറി. അങ്ങനെയാണല്ലോ. ഇത് 2016 വണ്ടിയാ. 16 ആണ്. ഇത് അലൈവിലല്ല, ഇത് ഉണ്ടായിന്റെ അലൈവിലാന്ന് വെച്ച് തോന്നുന്നു കണ്ടിട്ട്. അലോയ് അല്ല, എന്തോ ഒരു സാധനമാണ്. എന്തായാലും 16 വണ്ടി. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ പറയുക, ഒരു ഉറുപ്പ് ഇതിന് തരണ്ട. പ്രൊഫൈൽ ഉള്ള ഫുള്ള് ലോണ് കൊടുക്കും. എല്ലാ വണ്ടിക്കും കൊടുക്കും. എല്ലാ വണ്ടിക്കും നമുക്ക് 1 ഉറുപ്പ്യ 1.5 ഉറുപ്പ്യ എന്തെങ്കിലും എന്താ പറയുക, പോലീസ് ഓടിച്ചാൽ ഡൗൺ പേയ്മെന്റ് ഇല്ല, ഞാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എല്ലാ വണ്ടി ഈ ഫുൾ ലോൺ ഉള്ള വണ്ടി ആൾക്കാരെ അടക്കാൻ മടിയേക്കാറ്. മുടക്കൊന്നുമില്ലല്ലോ. കേൾക്കണുണ്ടോ? മുടക്കൊന്നും ഇല്ലാതെ വെക്കുമ്പോ എന്ത് ചെയ്യൂല. വണ്ടി 2016 G3 എന്ന് പറയുന്ന സാധനമാണ്. G3 ആണ്. അതിലാണ് മാറ്റൊന്നുമില്ല. 2 എയർ ബാഗും AC പവർ സ്റ്റാറിംഗും 4 ഡോർ വിൻഡും ബാക്ക് വൈപ്പറും ഒക്കെ ഇതിനും വരും. കണ്ട അലവിയിൽ മാരിയുണ്ട്. വിട്ടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഒറിജിനൽ അലവിൽ, അടുത്ത് വരുമ്പോ എന്താ അലവിലല്ലാന്നും തോന്നും. അതാണ് ഇതിന്റെ വശം. ശരി, നമുക്ക് എന്താ വില? ഇത് നമ്മൾ 7,000 ഉറുപ്പ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 16 വണ്ടി ഇടും. പിന്നെ ഒരു കൊല്ലം കുറക്കണേ. 7,000 ഉറുപ്പ്യ ലോണും കൊടുക്കുക. അത് ഫിക്സഡ് പ്രൈസ് ആണ്. ലോൺ വേണ്ട ആളുകൾക്ക് ഫിക്സഡ് പ്രൈസ് ആണ് ഇതിന്റെ സംവിധാനം. ഈ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് നോക്കിയൊക്കെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യിക്കാം. എന്തെങ്കിലും ഒരു കുറ്റം കുറവുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നു. അതെ, അത്ര തന്നെ ഉള്ളു ഇതിൽ പറയാനുള്ളത്. ഇത് 2016 വണ്ടി. നല്ല നീറ്റ് പറഞ്ഞാൽ നല്ല പിന്നെ ഫാൻസി വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതുമല്ലൊന്നും ഒരു കുറ്റം കുറവും പറയാനില്ല. അടിപൊളി അലോയില് 4 പുത്തൻ ടയർ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും അപാകത എന്ന് പറയാനല്ല, മെയിൻ ക്ലാസ് അടക്കം റീപ്ലേസ് അല്ല. ഇതൊക്കെ കമ്പനി വന്ന സ്റ്റിക്കർ. അതൊക്കെ നമ്മൾ എന്തെങ്കിലും വെറുതെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. 16 വണ്ടി G4 റീ രജിസ്ട്രേഷൻ വണ്ടി.
10 വണ്ടിയാണ്, ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 9,500 റുപ്യക്ക് കൊടുക്കാം. ഫൈനൽ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വില ഈ പറയുന്നതൊക്കെ സ്റ്റോക്ക് വെക്കണ പരിപാടി 9,500 റുപ്യ എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ഇനിയും വരുത്തും. അടിപൊളി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വേണം നോക്കിയാൽ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ബാക്കോട്ട് വരുമ്പോഴും വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണെങ്കിലൊക്കെ ഇത് 15 ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. 15 ഒറിജിനൽ കേരള വണ്ടിയാണ്. KL11 വണ്ടി. വി ഓപ്ഷൻ ആണ് വണ്ടി. വി ഓപ്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും, കണ്ടില്ലേ ഒരു കമ്പനിന്റെ വണ്ടിയോ മെയിൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ശരി. ഇതും ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടമാനം പൈസ. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാ സംഗതി ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഇമ്പം കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ യുവാക്കളുടെ ട്രെൻഡ് എനിക്കറിയാലോ, വണ്ടി എടുക്കാൻ വരുമ്പോ വയസ്സായ കാക്കമാരൊക്കെ വരല് വളരെ കുറവൊക്കെ, മക്കള് പേരക്കുട്ടികളെ വരെ ഓൽക്കൊരു മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാവും. ആ കൺസെപ്റ്റിനനുസരിച്ച് ഇപ്പൊ വണ്ടി എടുക്കുള്ള ആൾക്കാർ. അതാണ് നേരത്തെ പറഞ്ഞ ഒരു വ്യത്യാസം. അതെ. അതാണ് ആ 10 മേലെ. ഇത് നമ്മൾ 12 റുപ്യൊക്കെ ചോദിച്ച വണ്ടിയാണ്, ഒരു 15 റുപ്യൊക്കെ നമുക്ക് കൊടുക്കാം. 15 വി ആണ്. 15 വി കേരള വണ്ടി ഒറിജിനൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അതൊക്കെ അത് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അതെ. റീവണ്ടി കിട്ടുമ്പോ നിങ്ങൾക്ക് എന്തായാലും 2 റുപ്യന്റെ കുറവുണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണല്ലോ മോനെ. റീവണ്ടി വണ്ടികൾക്ക് അതുകൊണ്ടല്ലോ നമ്മളെടുത്ത്. ശരി. അപ്പൊ എന്തായാലും റേറ്റ് നിങ്ങൾ വന്ന് നോക്കിയിട്ട് സംസാരിച്ചു. അതെ. ഇതാണെങ്കിലോ ഇത് 2013 ഇന്നോവ. 13 ഇന്നോവ G4 ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് പിന്നെ നമുക്ക് മാന്യമായിട്ട് 6,500 റുപ്യന്റെ വണ്ടിയാണ്. ഒരു 6,400 റുപ്യയും 13 G4 നമ്മൾ കൊടുക്കും. 6,50,000 എന്തിനാ ഈ കൂട്ടി പറയണത്? ഞാൻ മാക്സിമം കുറച്ച് പറയുന്ന ആളാ. അതെ. ഇത് അതുപോലെ തന്നെ 2013 വണ്ടി. 13 വി വണ്ടിയാണ്. 4 കടുംപുത്തൻ ടയർ ഇട്ടിട്ടാണ് ഓടിയിട്ട് ആ മുള്ളു പോയിട്ടില്ല സൈഡില്. അത്രയും പെർഫെക്റ്റ് ടയർ നിൽക്കുന്നത്. ഇത് കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഇതിലുള്ള 1,72,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. സർവീസ് പ്രോപ്പർ അല്ല എന്നുള്ളൂ. പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലേ? സർവീസ് ചെയ്തിട്ടുണ്ട്, അപ്പോഴും ഷോറൂം കയറിയിട്ടുള്ളൂ. തറവാട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകലുള്ളൂ, സ്ഥിരമായിട്ട് പോകലില്ല. എല്ലാ ആഴ്ചയിലും വിരുന്നോണ ആളല്ല എന്നർത്ഥം. ഇത് നമുക്ക് എന്താ ഇത് നമ്മൾ 1,000 റുപ്യ ചോദിക്കും, നമുക്ക് ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അതും നല്ല വൃത്തിയുണ്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അതെ. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇത് 14 G4 റീവണ്ടി. 14 G4 ആണ്. അതെ. പക്ഷെ നല്ല വൃത്തിയുണ്ട്. 14 G4 അപേക്ഷിച്ച് മോശമല്ല. പിന്നെ വീലിന്റെ അലൈവിലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മോശമല്ല, തിരക്കേടില്ലാത്ത വണ്ടി അങ്ങനെ തന്നെ പറയാം. അപാകതകൾ എന്ന് പറയാനൊന്നുമില്ല. മെയിൻ ക്ലാസ് അടക്കം മാറിയിട്ടില്ല. ശരി. എന്താ വില? ഇത് നമ്മള് 6,500 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 14 G4 ഇന്നോവയാണ് ഇട്ട് കൊടുക്കുന്നത് 6,500 റുപ്യക്ക്. 14 G4 ഇന്നോവ 6,500 കൊടുക്കുന്നതിന്റെ കാരണം എന്താ? സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. ഉറക്കത്തിൽ നമുക്ക് എന്തും കാണാലോ. എനിക്ക് പറഞ്ഞ മനസ്സിലായി. നാളെ ഒരു യൂസുഫ് അലി ആവാനൊക്കെ ഞാൻ ചിലപ്പോൾ ശ്രമിക്കും ഉറക്കത്തില്. പക്ഷെ നേരം പൊടുക്കുമ്പോൾ അതിന്റെ റിയൽ എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓണർഷിപ്പ് 4 അയക്കണമെന്നുള്ളൂ. അതൊന്നും ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമല്ല. വണ്ടി 14 വണ്ടി 6,500 കിട്ടൂല എവിടെയും കിട്ടൂല. മോശമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2014 OG കേരള സെക്കൻഡ് ഓണർ വണ്ടി. G4 2,10,000 ഓടിയ വണ്ടി. 2014 G4 ഒറിജിനൽ കേരള വണ്ടി. ഇല്ല ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 14 വണ്ടിക്ക് എന്താ? 14 വണ്ടിക്ക് നമ്മൾ 8 റുപ്യ ചോദിക്കും. മാന്യമായിട്ട് നമുക്ക് അതെ. G4 വി അല്ല, റീയും കേരളയും തമ്മിലുള്ള മാറ്റം. എന്തായാലും വണ്ടികളൊക്കെ എല്ലാം സെയിം ആണ്. ബാക്കി നിങ്ങൾക്ക് സൗകര്യമുള്ളവരെ നോക്കിയെടുത്തോ. അതെ. ഇതാണെങ്കിലോ, ഇത് 2013 തന്നെയാണ്. G4 ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അപാകതകൾ എന്ന് പറയാനൊന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ഒന്നുമില്ല എന്ന് പറയണ്ട. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വരുമ്പോ പിന്നെ ഇല്ല എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് എന്ത് വരും? ഇത് നമ്മൾ 7 റുപ്യൊക്കെ ചോദിച്ചും 13 വണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യായമായിട്ട് ചെയ്തു കൊടുക്കാം. വണ്ടി ക്വാളിറ്റി വൈസ് അല്ല, ഇതെന്താരോ, ഇത് എല്ലാ വണ്ടിയും ഒന്നിനൊന്ന് മെച്ചാണ്. എനിക്കറിയാലോ. പിന്നെ വരുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യേണ്ടത്, അത് മാറ്റം ഇത് മാറ്റം എന്നുള്ളത് തർത്തീബാക്കേണ്ടത്. നിങ്ങൾക്ക് സൗകര്യമുള്ളതാണോ അത് നോക്കി ആ രീതിയിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ആ മോഡൽ ഇതാക്കി തരണം നമ്മൾ ആക്കി കൊടുക്കും. കസ്റ്റമർ എന്താണോ പറയണത് എന്തും ചെയ്തു കൊടുക്കും. ഒരു കസ്റ്റമർ ഒന്നാണ് പറയാം, കല്ലായിപ്പാല നമുക്ക് പൊന്നാക്കി തരും 100 രൂപ നമ്മൾ അത് ആക്കി കൊടുത്തെങ്കിൽ വ്യാപാരം ഉള്ളിപ്പം. പഴയ കാലഘട്ടത്തിൽ എന്നോട് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും കാട്ടി ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ മാക്സിമം നല്ല വണ്ടികൾ നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ ക്വാളിറ്റി വണ്ടി കൊടുത്തെങ്കിൽ സംവിധാനം ഉള്ളൂ. പിന്നെ ഈ കൊടുത്തോനെ പിന്നെ നമ്മൾ മൈസറിന്ന് കാണണം എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ പറ്റൂല. ഓന്റെ കെയർ ഓഫിൽ ഓന്റെ കുടുംബത്തിൽ നിന്ന് ഓന്റെ അളിയന് അമ്മോസന് വല്ലിപ്പ ഓന്റെ മാലത്തിൽ നിന്ന് ഓന്റെ ബ്രാഞ്ചിൽ നിന്ന് അടുത്തൊരു കച്ചവടം നമുക്ക് കിട്ടണം. അപ്പൊ ആ രീതിയിൽ കൊടുത്തെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അടുത്തൊരു കച്ചവടം കിട്ടും. ഇത് 2014 വണ്ടി. 14 വണ്ടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 8,500 റുപ്യൊക്കെ ചോദിച്ചണം. അതൊന്നും വേണ്ട, നമുക്കൊരു 7,000 റുപ്യ 14 G4 നമുക്ക് കൊടുക്കാം. 7,50,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. അതെ. ഇത് അതുപോലെ തന്നെ മോനെ 2013 വണ്ടി. 13 G4 വണ്ടി, സോറി 15 G4 വണ്ടി. 15 G4 നമുക്കൊരു 8,500 റുപ്യ കൊടുക്കാം. 8,50,000 റുപ്യക്ക് 2015 G4 ഗ്രേ കളർ വണ്ടി കൊടുക്കാം. നല്ല വണ്ടി. ഇതൊക്കെ നല്ലതുകൊണ്ട് കാണിച്ചു കൊടുത്ത് നോക്കിയാൽ ഒന്നിനൊന്നും ഒരു കുറവുകളില്ല. ലാസ്റ്റ് വണ്ടി. അതെ. ഇത് ടാസ്കി ആണ്.
ടാസ്കിയ 2012 വി വണ്ടിയാണ്. 12 ഫുൾ ഓപ്ഷൻ. 12 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്കൊരു 7 ഉറുപ്പ്യക്ക് 12 കേരള വണ്ടി വി വണ്ടി കൊടുക്കാം ടാക്സിയിൽ. അത് നല്ല വൃത്തിയുള്ള. ഇത് നമ്മുടെ അടുത്ത് എന്താ പറയുക, നമ്മൾ ഈ ടാക്സിന്റെ കച്ചവടമല്ല, നമ്മൾ മൂപ്പർക്ക് ഒരു ക്രിസ്റ്റ കൊടുത്തപ്പോ നമ്മളെ കയ്യിൽ ഇങ്ങനെ ആയത്. നമ്മൾ ഓൺലി പ്രൈവറ്റ് ഉള്ളൂ. കിലോമീറ്റർ ഒന്നും വണ്ടില്ല. ഒരുവിധം വണ്ടികളൊക്കെ ഇതിലെന്താ പറയുക, ഒരുവിധം വണ്ടികളൊക്കെ ജെന്യൂൻ കിലോമീറ്റർ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ 10ലും സർവീസ് എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നും ഞാൻ ആരോടും പറയില്ല. പിന്നെ ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഒരു വർഷാപ്പുകാരനെ കൊണ്ടുപോയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ആളെ കൊണ്ടുവന്നിട്ട് കാണിക്കുക. ഒരു ഫോർമാൻ ഒരു 2 കിലോമീറ്റർ ഓടിച്ചാൽ ഓൻ ഇന്ന കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനറിയാലോ. ഒരു ഡോക്ടർക്ക് ഒരു കുട്ടീനെ കണ്ണുക്ക് നോക്കി അറിയാൻ കഴിയുമല്ലോ ഇന്ന അസുഖം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചെറിയ എഞ്ചിന് ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ്, ഇതാണ് ഒരു വണ്ടിയിൽ നമ്മൾ വെള്ളം കയറുക, ഫ്ലഡ് ആകുക, ടോട്ടൽ ലോസ് ആകുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഗ്യാരണ്ടി പറയും. കാരണം എന്താ പറയുക, നാളെ നമുക്ക് ഈ ഏർപ്പാട് ഇവിടെ ചെയ്യേണ്ട കുട്ടി. അപ്പൊ ആ സംഗതി നിലയിൽ കിടക്കുന്ന എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, ഏതാ വണ്ടി വേണ്ട നോക്കുക, കോൺടാക്ട് ചെയ്യുക, വിളിച്ചാൽ മതി. നമ്മളെടുത്ത് 4 നമ്പർ ഇതിൽ കാറ്റലോഗിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നോട് പറയല്ലോ, ഈ 4 നമ്പറിലും ചിലപ്പം വിളിക്കുമ്പോൾ തിരക്കേക്കാർ, അല്ലെങ്കിൽ 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈക്ക് ആകുന്ന സംവിധാനം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോണ്ട് നിങ്ങൾ ബാക്കി സംവിധാനം നമ്മൾ ഇവിടെ ചെയ്തു തരും. അത്രേ ഉള്ളൂ.